നമുക്ക് ആനന്ദിയും വരലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ശിവാംഗി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ നായികയെ സത്യഭാമയുടെ ഭർത്താവിന് ആക്സിഡന്റ് സംഭവിച്ചു. ഭർത്താവ് കിടപ്പിലായി. ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട്. അത് ചെയ്താൽ മാത്രമേ ഭർത്താവ് രക്ഷപ്പെടൂ. ഭർത്താവിന്റെ ഓപ്പറേഷൻ ദിവസം സത്യഭാമ മാത്രമേ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സത്യഭാമയുടെ ഫ്ളാറ്റിൽ നിന്നും ഒരാളുടെ ഡെഡ് ബോഡി കിട്ടുകയാണ്. സത്യഭാമയും പോലീസ് അറസ്റ്റ് ചെയ്തിരുത്തിയിരിക്കുന്നു. ആ മരിച്ചു കിടക്കുന്നത് ആരാണ്? അയാളും സത്യഭാമയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? യഥാർത്ഥത്തിൽ ആ ഫ്ളാറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്തോ ക്രൈം നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസും ഫോറൻസിക് വിഭാഗവും എല്ലാം ആ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഫുള്ള് പരിശോധനയ്ക്ക് നടക്കുന്ന സമയത്ത് ഫോറൻസിക് വിഭാഗം ഡോക്ടറാണെങ്കിൽ മറ്റു പോലീസുകാരോട് ആരാ കേസ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് സരിക മാഡം ആണെന്നും പോലീസുകാർ പറയുന്നു. അത് കേട്ട് ആ ഒരു ഡോക്ടർ വരെ ഞെട്ടിപ്പോകും. അതേ സമയമായിരുന്നു കേസ് അന്വേഷിക്കുന്ന സരിക അവിടേക്ക് എത്തുന്നതും. സരികയെ കണ്ടതും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് നിന്ന ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ ബിസ്ക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ടാണ് സല്യൂട്ട് ചെയ്യുന്നതും. എല്ലാവർക്കും അത്ര പേടിയാണ് ഈ സരികയെ. കാരണം സരിക അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ സരിക പറയുന്നുണ്ട്, ആദ്യം ആ ബിസ്ക്കറ്റ് കഴിക്കേ, എന്നിട്ട് സല്യൂട്ട് ചെയ്യാമെന്ന്. എന്നിട്ട് സരിക നേരെ വരുന്നത് ആ ഒരു ക്രൈം നടന്ന സ്ഥലത്തേക്കാണ്. ആരെയാണ് കൊന്നിരിക്കുന്നതെന്ന് ഒന്നും നമ്മളെ കാണിക്കുന്നതേയില്ല. ക്രൈം സീനിലേക്ക് പോയതിനു ശേഷം സരിക നേരെ വരുന്നത് അവിടെ വിലങ്ങിട്ടിരുത്തിയിരിക്കുന്ന നമ്മുടെ നായികയെ സത്യഭാമയ്ക്ക് അടുത്തേക്കാണ്. സത്യഭാമയുടെ അടുത്തെത്തിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവളോട് ചോദിക്കുന്നു. അവൾ പറയുന്നതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ സത്യഭാമ പറഞ്ഞു തുടങ്ങുന്നത് അവളുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടുള്ള കഥയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സത്യഭാമയുടെ കല്യാണം കഴിഞ്ഞ സമയം. അന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, അതും ശാന്തി മുഹൂർത്തം. സത്യഭാമ റൂമിലിരിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവാണെങ്കിൽ വന്നതേയില്ല. അമ്മായിയമ്മ അവനെ ഒന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ സത്യഭാമയോട് പറയും. അത് കാരണം സത്യഭാമയാണെങ്കിൽ ഇനി മുഹൂർത്തം കഴിയണ്ടെന്ന് വിചാരിച്ച് തന്റെ ഭർത്താവിനെ കോള് ചെയ്യുന്നു. ഭർത്താവാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഞാൻ ദേ ഇപ്പൊ വരും, നീ ഒന്ന് കുറച്ചുനേരം വെയിറ്റ് ചെയ്യുവാനേ ഭർത്താവ് പറഞ്ഞു. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ബൈക്ക് ആക്സിഡന്റ് ആകുന്ന സൗണ്ട് സത്യഭാമ കേൾക്കുന്നതും. അതെ, അവളുടെ ഭർത്താവിന് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ്. സത്യഭാമ ഞെട്ടിപ്പോകും. ഈ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സരികയ്ക്കൊരു കോൾ വന്നതും. സരിക കേസ് അന്വേഷിക്കുന്ന രീതി എങ്ങനെയെന്നാൽ, ഇപ്പോൾ ഒരു കേസ് അന്വേഷിക്കാനായി വരുന്ന സമയത്ത് പ്രതി പറയുന്ന ആളും ഡീറ്റെയിൽസും എല്ലാം ശരി തന്നെയോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റിനെ കൂടി നിയമിച്ചിട്ടുണ്ട്. ആ അസിസ്റ്റന്റ് ആണ് ഇപ്പോൾ സരികയെ വിളിച്ചതും. സത്യഭാമ പറയുന്നതെല്ലാം ശരിയാണോ, അവളുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസിസ്റ്റന്റിനെ നിയമിച്ചിരിക്കുന്നതും. അങ്ങനെ അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് സരികയോട് പറയുന്നു. അങ്ങനെ സത്യഭാമയുടെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം വീണ്ടും സരിക സത്യഭാമയ്ക്ക് അടുത്തേക്ക് എത്തി. അങ്ങനെ സത്യഭാമ വീണ്ടും തന്റെ കാര്യങ്ങൾ പറയുവാനായി ആരംഭിച്ചു. എന്നാൽ പിന്നീട് സത്യഭാമ പറയുന്നത് ഈ ഒരു ക്രൈം നടക്കുന്നതിന് മുൻപുള്ള ദിവസത്തെ കഥയാണ്. സത്യഭാമയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ആക്സിഡന്റ് ആയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടും ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മേജർ ഓപ്പറേഷൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞാലേ ഇനി ജീവിക്കുമോ അതെ മരണപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യം അറിയുവാനായും പറ്റൂ. ആ ഒരു ഓപ്പറേഷന് പോകുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് സത്യഭാമയും അവളുടെ ഫാമിലിയും. സത്യഭാമയാണെങ്കിൽ രാവിലെ തന്നെ തന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടവൾ നേരെ കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് ഹാളിൽ ഒരു ലെറ്റർ ഇരിക്കുന്നത് കാണും. ആ ലെറ്റർ സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ഹസ്ബൻഡ് എഴുതിയതാണ്. അത് പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് ലെറ്ററിനൊപ്പം ഒരു ഡിവോഴ്സ് നോട്ടീസും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്, ഒരു വർഷമായിട്ട് നീ എന്നെ സഹിക്കുകയല്ലേ, നീ ഇനിയും കഷ്ടപ്പെടണ്ട, നിനക്ക് ഇപ്പോഴേ ഡിവോഴ്സ് തരുന്നു, നീ നിന്റെ ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് ജീവിക്കുക എന്നായിരുന്നു ഹസ്ബൻഡ് അതിൽ എഴുതിയിരുന്നത്. എന്നാൽ അതൊന്നും കേൾക്കുവാനായിട്ട് സത്യഭാമ കൂട്ടാക്കുന്നില്ല. ഇനി എന്ത് സംഭവിച്ചാലും തന്റെ ഭർത്താവിനൊപ്പം മാത്രമേ നിൽക്കൂ എന്നും സത്യഭാമ തീരുമാനിച്ചു. അതേ സമയത്തായിരുന്നു സത്യഭാമയുടെ അമ്മായിയമ്മയും അമ്മായി അച്ഛനുമൊക്കെ സത്യഭാമയെ ഫോൺ വിളിക്കുന്നതും. എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് വരുവാനായിട്ടും അമ്മായിയമ്മയും അമ്മായി അച്ഛനും പറയുന്നുണ്ട്. ഈ സത്യഭാമയും അമ്മായിയമ്മയും അത്ര യോജിച്ചു പോകത്തൊന്നുമില്ല. ഇവർക്കിടയിൽ എന്നും ചെറിയ ചെറിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ സത്യഭാമയെ അമ്മായിയമ്മ വഴക്ക് പറയുന്ന സമയത്ത് അമ്മായി അച്ഛൻ പറയുന്നത്,
നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലേ, അതുകൊണ്ട് അവൾ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട എന്നായിരുന്നു. സത്യഭാമയും അതുപോലെ തന്നെയാണ്. അമ്മ പറയുന്നതൊന്നും അത്ര മൈൻഡ് ചെയ്യത്തേയില്ല. സത്യഭാമ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. തന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പൂജ സത്യഭാമ നടത്തുന്നുണ്ട്. അതിന്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നതും. കുറച്ചു പേർക്കൊക്കെ അത് കൊടുക്കാനുമുണ്ട്. അതേ സമയത്തായിരുന്നു സത്യഭാമയുടെ അച്ഛനും അമ്മയും അവളെ ഫോൺ വിളിക്കുന്നതും. കാരണം അന്നേ ദിവസം ഓപ്പറേഷൻ അല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ തിരക്കുവാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും വിളിക്കുന്നതും. എന്നാൽ വിളിക്കുന്ന സമയത്ത് ഓപ്പറേഷനെ കുറിച്ച് അന്വേഷിക്കുക മാത്രമല്ല അച്ഛനും അമ്മയും ചെയ്തത്, തന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവും ഒന്നിച്ച് കുറച്ചുനാൾ പോലും അവൾക്ക് ജീവിക്കാനായും പറ്റിയില്ലല്ലോ, ആ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അച്ഛനും അമ്മയും. എന്നാൽ സത്യഭാമയാണെങ്കിൽ അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കും. എന്നിട്ട് പറയുന്നത് തന്റെ ഭർത്താവാണത്, ഭർത്താവിന് വേണ്ടിയിട്ട് താൻ ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ട്, അതാണ് താൻ ചെയ്യുന്നതെന്നും ഇനി എന്തു വന്നാലും തന്റെ ഭർത്താവിനൊപ്പം മാത്രമേ നിൽക്കൂവെന്നും സത്യഭാമ അച്ഛനോടും അമ്മയോടും പറയുന്നു. അതിനുശേഷം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി നിൽക്കുന്ന സമയത്ത് പൂജാരിയും വിളിക്കുന്നുണ്ട്. ഈ സത്യഭാമ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഭർത്താവിന്റെ ചികിത്സാ സംബന്ധമായിട്ട് അവൾ ലീവ് എടുത്തിരുന്നു. ആ കാര്യം ചോദിച്ച് അവളുടെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. നീ മാനേജറിനോട് പറഞ്ഞിട്ട് തന്നെ ലീവ് എടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ലെറ്റർ അയച്ചിരുന്നു, എന്നിട്ടാ ഞാൻ ലീവ് എടുത്തതെന്നും അവൾ പറയും. അത് കേട്ട് ഫ്രണ്ട് പറയുന്നത്, ആ മാനേജർ ബോസിനടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് നിന്നെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങളാ, നീ അനുവാദം ചോദിച്ചിട്ടല്ല ലീവ് എടുത്തത് എന്നൊക്കെയാ പറയുന്നെന്നുള്ള കാര്യം ഫ്രണ്ട് പറയുന്നു. അത് കേട്ടതും സത്യഭാമയാണെങ്കിൽ ബോസുമായിട്ട് വീഡിയോ കോൺഫറൻസിംഗിന് തയ്യാറാവുകയാണ്. ബോസിനോട് താൻ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ലീവ് എടുത്തത് എന്നുള്ള കാര്യം പറയും. എന്നാൽ ബോസ് പറയുന്നത് മാനേജറിന് ലീവിന്റെ ഫോം അയച്ചെങ്കിൽ അതിന്റെ കോപ്പി എനിക്ക് അയച്ചു തരുവാനായിട്ട് ബോസ് പറയും. ബോസ് പറഞ്ഞതനുസരിച്ച് സത്യഭാമ ലീവിന് അപ്ലൈ ചെയ്തതിന്റെ കോപ്പി ബോസിന് അയച്ചു കൊടുക്കുന്നു. അതോടുകൂടി മാനേജറിന്റെ കള്ളത്തരമാണ് ഇതെല്ലാം എന്നുള്ള കാര്യം ബോസിന് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിങ്ങനെയല്ല കാണിക്കേണ്ടത് എന്നുള്ള കാര്യം ബോസ് മാനേജറിനോട് പറഞ്ഞു. അതോടുകൂടി സത്യഭാമയുടെ ഭാഗത്ത് ശരി തെളിയിക്കുവാനായിട്ടും അവൾക്ക് കഴിഞ്ഞു. അതിനുശേഷം ആ ഒരു മാനേജറുമായിട്ട് അവൾക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവൾ വല്ലാതെ ഓർത്ത് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേ സമയമായിരുന്നു സത്യഭാമയുടെ ഫ്രണ്ടായിട്ടുള്ള ശ്രുതി വിളിക്കുന്നതും. ഈ ശ്രുതി ഒരു ലോയറാണ്. സത്യഭാമ തന്റെ ഹസ്ബൻഡിനെ ആക്സിഡന്റ് ആക്കിയ വണ്ടിക്കാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസിന്റെ കാര്യമെല്ലാം നോക്കുന്നത് ഈ ശ്രുതിയാണ്. കേസിന്റെ കാര്യങ്ങളെ പറ്റി പറയുവാനായിട്ടാണ് ശ്രുതി സത്യഭാമയെ വിളിച്ചിരിക്കുന്നതും. മാത്രവുമല്ല സത്യഭാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നീ എങ്ങനെ ജീവിക്കേണ്ട പെൺകുട്ടിയാ, എന്നിട്ട് നിന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ സത്യഭാമയോട് പറയും. മാത്രമല്ല പഠിച്ചിരുന്ന സമയത്ത് ഈ സത്യഭാമ അർജുൻ എന്ന പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രുതി പറയുന്നത്, നീ ഒരു കാര്യം ചെയ്, നീ തിരികെ അർജുനടുത്തേക്ക് തന്നെ ചെല്ല്, നീ എന്തിനാ ഇവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം കളയുന്നത് എന്നുള്ള കാര്യമൊക്കെ സത്യഭാമയോട് ശ്രുതി ചോദിക്കുന്നു. ശ്രുതി പറയുന്നത് കേട്ട് സത്യഭാമ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അതേ സമയം തന്നെയായിരുന്നു വീണ്ടും മാനേജറിനടുത്ത് നിന്നും സത്യഭാമയ്ക്ക് കോള് വരുന്നതും. നീ ബോസിനടുത്ത് എനിക്കിട്ട് പണി വെച്ചുവല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാടി, നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കുമടി എന്നൊക്കെ മാനേജർ പറയുന്നു. ഈ മാനേജറിന്റെ സ്വഭാവം എന്തെന്നാൽ ആ ഓഫീസിലുള്ള ഓരോ പെൺകുട്ടികളുടെയും ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ എല്ലാവരെയും യൂസ് ചെയ്യും. എന്നാൽ സത്യഭാമയും അതുപോലെ ചെയ്യുവാനായിട്ട് അയാൾ ശ്രമിച്ചിരുന്നു. പക്ഷെ സത്യഭാമ പിടികൊടുത്തില്ല. അതിന്റെ ദേഷ്യമാണ് മാനേജറിന് സത്യഭാമയോടുള്ളത്. മാനേജറാണെങ്കിൽ സത്യഭാമയോട് പറയുന്നത്, എല്ലാ പെൺകുട്ടികളെയും ഞാൻ എന്റെ ബെഡിലേക്ക് വരുത്തിയതുപോലെ നിന്നെയും ഞാൻ എന്റെ ബെഡിലേക്ക് വരുത്തുമെന്നും സത്യഭാമയോട് പറയുന്നു. പക്ഷെ അവൾ പറയുന്നത്, എല്ലാവരെയും പോലെ എന്നെ നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങളെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നതും. സത്യഭാമയുടെ സംസാരമൊന്നും ഇഷ്ടമാകാതെ മാനേജർ കോള് കട്ട് ചെയ്തു. സത്യഭാമ മാനേജറിനോട് സംസാരിച്ചതെല്ലാം ഓർത്ത് മുഖം മുക്കി കഴുകും. അവൾക്കാണെങ്കിൽ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെയുണ്ട്. അതുകൊണ്ട് ഇൻഹേലർ ഒക്കെ അവൾ യൂസ് ചെയ്യുന്നുമുണ്ട്. അതേ സമയം തന്നെയായിരുന്നു ഓഫീസിൽ നിന്നും അവളുടെ മറ്റൊരു ഫ്രണ്ടിന്റെ കോള് വരുന്നത്. നീ മാനേജറിനോട് എന്താ പറഞ്ഞത്, അയാളുടെ ഇവിടെ ആകെ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ സത്യഭാമ പറയുന്നത്, പറയേണ്ട കാര്യം തന്നെയാ ഞാൻ അയാളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളും കോള് കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം പ്രസന്റ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സത്യഭാമ സരികയോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്നും സരികയ്ക്ക് കോള് വരുന്നതും. അങ്ങനെ സരിക കോൾ എടുക്കുവാനായിട്ട് ബാൽക്കണിക്ക് അടുത്തേക്ക് പോയി. അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് പറയുന്നത്, ഈ സത്യഭാമയും അമ്മായിയമ്മയും തമ്മിൽ ഒട്ടും ചേരത്തില്ല, ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അസിസ്റ്റന്റ് പറയുന്നു. അസിസ്റ്റന്റ് ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ സത്യഭാമയെ പറ്റിയുള്ളത് എല്ലാം ശരിയാണെന്നും സരികയ്ക്ക് മനസ്സിലായി. വീണ്ടും സത്യഭാമയ്ക്ക് പറയാനുള്ളത് കേൾക്കുവാനായിട്ട് സരിക സത്യഭാമയ്ക്ക് അടുത്തേക്ക് പോകും.
അന്നേ ദിവസം രവിയെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ. പക്ഷെ സത്യഭാമയെ കാണാത്തോണ്ട് അമ്മായിയമ്മ അവളെ ഫോൺ വിളിക്കും. നീ എന്താ ലേറ്റ് ആകുന്നത്, എത്രയും പെട്ടെന്ന് വരണമെന്നും അമ്മായിയമ്മ പറയും. എന്നിട്ട് അതുകൂടാതെ കുറച്ച് ജോലികൾ കൂടി അവളോട് പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് വേഗം വരണമെന്ന് പറഞ്ഞിട്ട് ജോലി കൂടി പറഞ്ഞതിനാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവൾ അമ്മായിയമ്മയെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ജോലി അത്രയും ചെയ്യുന്നതും. മാത്രമല്ല ദേഷ്യം കാരണം അവൾ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി എറിയുന്നു. അതിനുശേഷം അവൾ ഉടനെ തന്നെ അമ്മായി അച്ഛനെ ഫോൺ വിളിച്ചിട്ട് രവിയോട് തനിക്കൊന്ന് സംസാരിക്കണമെന്നും അവൾ ആവശ്യപ്പെടും. കാരണം എന്തെന്നാൽ രവി ഓപ്പറേഷന് പോകുന്നതിന് മുൻപ് ഒരു ലെറ്റർ എഴുതി വെച്ചല്ലോ, അതിന്റെ കൂടെ ഒരു ഡിവോഴ്സ് നോട്ടീസും ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ് സത്യഭാമ അമ്മായി അച്ഛനെ വിളിച്ചതും. എന്നാൽ അമ്മായി അച്ഛൻ പറയുന്നത് രവി എന്തോ ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുക, അവൻ വരുന്ന സമയത്ത് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മായി അച്ഛനും കോള് കട്ട് ചെയ്ത് കളയുന്നു. അതേ സമയം തന്നെയായിരുന്നു ഈ സത്യഭാമയ്ക്ക് ഒരു കോള് വരുന്നതും. അതാരെന്നാൽ രവിയെ ആക്സിഡന്റ് ആക്കിയ ഗുണ എന്ന പയ്യന്റെ അമ്മയാണ് വിളിച്ചത്. സത്യത്തിൽ അത് മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. ഗുണയുടെ അമ്മ സത്യഭാമയോട് ഒരുപാട് കെഞ്ചുന്നു. എന്റെ മകൻ അറിയാതെ പറ്റിപ്പോയതാ, അവൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലോ. അവനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്, പിന്നെ അവൻ എങ്ങനെയായത് മനഃപൂർവ്വം ചെയ്യുന്നത്? അവന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്നും പറഞ്ഞ് അമ്മ ഒരുപാട് കരയുകയും കെഞ്ചുകയും ഒക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ഇതൊരു കേസാക്കണമെന്ന വാശി സത്യഭാമയുടെ അമ്മായിയമ്മയ്ക്കായിരുന്നു. ആ ഒരു ആക്സിഡന്റ് മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്നുള്ള കാര്യം സത്യഭാമയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണയുടെ അമ്മയുടെ സംസാരം കേട്ടിട്ട് സത്യഭാമയ്ക്ക് വല്ലാതെ സങ്കടം വരും. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സത്യഭാമ കോള് കട്ട് ചെയ്യുന്നതും. അതിനുശേഷം ഈ ഒരു കേസ് വലുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ അർജുനെ പറ്റിയാണ് സത്യഭാമയോട് പറയുന്നതും. അത് കേൾക്കുന്നതും സത്യഭാമയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അവൾ കോളും കട്ട് ചെയ്തിട്ട് അവൾ ദേഷ്യപ്പെട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അർജുനെ കുറിച്ച് ആലോചിക്കും. ഈ ശ്രുതിയെ കാരണമാണ് ദേ ഇപ്പോൾ സത്യഭാമയ്ക്ക് അർജുനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ വരുന്നതും. അവർ പഴയ കാലത്ത് ഒന്നിച്ചിരുന്ന മൊമെന്റ്സിനെ പറ്റിയൊക്കെ അവൾ ആലോചിക്കുന്നു. എന്നിട്ട് ഇനി ശ്രുതിയെ വിളിക്കണ്ട, അവൾക്കൊരു മെസ്സേജ് അയക്കാമെന്ന് തീരുമാനിച്ച് അവൾ ശ്രുതിക്ക് മെസ്സേജ് അയക്കുന്നു. എന്തെന്നാൽ ആ ഒരു ഗുണയുടെ കേസ് വലുതായിട്ട് നീ അങ്ങ് വാദിക്കാനൊന്നും പോകണ്ട, അതെങ്ങനെയെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ടങ്ങ് വിട്ടാ മതി. ആ ഒരു കേസിൽ എങ്ങനെയെങ്കിലും നമ്മൾ തോൽക്കണം എന്നുള്ള രീതിയിലൊക്കെ സത്യഭാമ ശ്രുതിയോട് പറയുന്നു. അതേസമയം ശ്രുതി റിപ്ലൈ അയക്കുന്നത് ദേ ഇതാണ് അർജുന്റെ നമ്പർ, നീ ഒന്ന് സംസാരിച്ചു നോക്ക് എന്നും പറഞ്ഞുള്ള റിപ്ലൈ ആയിരുന്നു അയച്ചതും. അത് കാണുന്നതും വീണ്ടും സത്യഭാമയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. എങ്കിലും ആ ഒരു നമ്പർ കാണുന്ന സമയത്ത് സത്യഭാമയുടെ മനസ്സാണെങ്കിൽ ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കുമെന്ന് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ സത്യഭാമയാണെങ്കിൽ നമ്പർ ഡയൽ ചെയ്ത് അർജുനെ വിളിക്കും. അർജുൻ പെട്ടെന്ന് തന്നെ കോൾ എടുക്കും. അർജുന്റെ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. അർജുനാണെങ്കിൽ വിളിക്കുന്നത് സത്യഭാമയാണെന്ന് മനസ്സിലാക്കി അവളുമായിട്ട് നല്ല രീതിക്ക് സംസാരിക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ സത്യഭാമ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഈ അർജുനാണ് പിറകെ നടന്ന് അവളെ പ്രണയിച്ചതും. രണ്ടുപേരും പ്രണയത്തിലായി. അങ്ങനെ ഈ ഒരു പ്രണയത്തിന്റെ കാര്യം സത്യഭാമ തന്റെ അച്ഛനോട് പറഞ്ഞു. എന്നാൽ അച്ഛൻ പറയുന്നത് എങ്കിലൊരു കാര്യം ചെയ്, അവനോട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറയുവാനായിട്ടും സത്യഭാമയോട് അച്ഛൻ പറഞ്ഞു. ആ കാര്യം സത്യഭാമ അർജുനോട് പറയും. അങ്ങനെ അർജുനാണെങ്കിൽ സത്യഭാമയുടെ അച്ഛനെ കാണാൻ വരുവാനായിട്ട് തീരുമാനിച്ച ദിവസം ഒരുപാട് നേരം കാത്തിരുന്നിട്ടും അർജുനെ കാണുന്നതേയില്ല. സത്യഭാമ വിളിച്ചിട്ടും അർജുൻ കോൾ എടുക്കുന്നതുമില്ല. അവൾ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അർജുന്റെ ഒരു വിവരം പോലുമില്ല. അതെല്ലാം മനസ്സിലാക്കിയ അച്ഛൻ പറയുന്നത് എത്ര നേരം കാത്തിരുന്നു, എന്നിട്ടും അവൻ വന്നില്ലല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അച്ഛൻ പറയുന്ന ആളിനെ മോള് വിവാഹം കഴിക്കണമെന്നും സത്യഭാമയോട് അച്ഛൻ പറയും. സത്യഭാമയാണെങ്കിലോ അർജുൻ വരാത്ത ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ പയ്യനെ വിവാഹം കഴിക്കുവാനായിട്ടും സത്യഭാമ തീരുമാനിച്ചു. അങ്ങനെയാണ് രവിയുമായിട്ടുള്ള അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതും. ഇത്രയും നാളായിട്ടും അർജുനോട് എന്തുകൊണ്ടാണ് നീ എന്നെ കോൾ എടുക്കാത്തതെന്നോ വരാത്തതെന്നോ എന്നുള്ള കാര്യമൊന്നും സത്യഭാമ തിരക്കിയിട്ടില്ല. എന്നാൽ ദേ ഇപ്പോൾ എന്താണെന്ന് വരാതിരുന്നത് എന്നുള്ള കാരണം അവൾ അർജുനോട് തിരക്കുന്നു. അപ്പോഴാണ് അർജുൻ ഒരു കാര്യം തുറന്നു പറയുന്നത്. അന്ന് സത്യത്തിൽ അർജുൻ തന്റെ അച്ഛനെയും അമ്മയെയും കാണാൻ പോയിട്ട് അവരോട് സത്യഭാമയുടെ കാര്യം പറഞ്ഞ് അവരെ കൂടി സമ്മതിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതായിരുന്നു അർജുന്റെ പ്ലാൻ. വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും സംസാരിച്ച സമയത്ത് അവർക്കാർക്കും ഈ ഒരു ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം എടുത്താണ് അവരെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് സത്യഭാമയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായും തീരുമാനിച്ചതും. അപ്പോഴാണ് സത്യഭാമയ്ക്ക് രവിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം അർജുൻ അറിയുന്നതും. അതോടുകൂടി ഇനി ഒരിക്കലും സത്യഭാമയെ ശല്യം ചെയ്യണ്ട എന്നും അർജുൻ തീരുമാനിച്ചു.
അതെല്ലാം കേട്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ താൻ ഒരു തീരുമാനം എടുത്തു പോയോ എന്നൊക്കെയുള്ള കാര്യം സത്യഭാമ ചിന്തിക്കും. മാത്രമല്ല, ഈ ഒരു വർഷത്തിനിടയ്ക്ക് വെച്ച് ഇതുവരെയും അർജുൻ ഒരു കാര്യത്തിന് പോലും സത്യഭാമയെ വിളിച്ചിട്ടുമില്ല, ശല്യം ചെയ്തിട്ട് പോലുമില്ല. ആ ഒരു കാര്യത്തിന് സത്യഭാമ അർജുനോട് നന്ദി പറയും. എന്നാൽ ഈ അർജുനാണെങ്കിൽ ഇതുവരെയും അവന്റെ ലൈഫിൽ മൂവ് ഓൺ ആയിട്ടില്ല. ഇപ്പോഴും സത്യഭാമയെ ഓർത്തുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് പോലും. ശ്രുതിയിൽ നിന്നും ആ ഒരു കാര്യമെല്ലാം സത്യഭാമ മനസ്സിലാക്കിയിട്ടുണ്ട്. അർജുൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് സത്യഭാമയോട് അവളുടെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തിട്ട് അർജുനെ വിവാഹം കഴിക്കുവാനായിട്ടും ശ്രുതി നിർബന്ധിക്കുന്നതും. മാത്രമല്ല, ശ്രുതിയുടെ ഹസ്ബൻഡും ഈ അർജുനും നല്ല ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ സത്യഭാമയുടെ ഹസ്ബൻഡിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അർജുൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുൻ സത്യഭാമയോട് പറയും, യഥാർത്ഥത്തിൽ നീ ഗ്രേറ്റ് ആണ്. നിന്റെ സ്ഥാനത്തും മറ്റേത് പെൺകുട്ടികളായിരുന്നെങ്കിലും ഇതുപോലെ കിടക്കുന്ന ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്തിട്ട് അവരവരുടെ ലൈഫ് നോക്കി പോയേനെ എന്നും അർജുൻ പറയും. എന്നാൽ അത് കേട്ട് സത്യഭാമ ചോദിക്കുന്നത്, ഇത്രയും നാളായിട്ടും നീ എന്താ മറ്റൊരു വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നത്, എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാ ഞാനൊരു വിവാഹം കഴിക്കാത്തതെന്നും സത്യഭാമയോട് അർജുൻ പറയും. അതെല്ലാം കേട്ടിട്ട് സത്യഭാമ അർജുനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്തു തരുമോ എന്നും സത്യഭാമ അർജുനോട് ചോദിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും സത്യഭാമ പറയുന്നു. പക്ഷെ അതൊന്നും നമ്മളെ കാണിക്കുന്നതേയില്ല. അർജുനാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അർജുനോട് സംസാരിച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരി പ്രസാദം കൊണ്ടുവരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു സത്യഭാമ. അതേസമയം തന്നെയായിരുന്നു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും സത്യഭാമയ്ക്ക് ഒരു കോള് വരുന്നതും. ഇൻഷുറൻസ് വെച്ചാണ് ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നതും. എന്നാൽ ഇപ്പോൾ ആ ഒരു ഡോക്യുമെന്റിലെ എന്തോ പേരിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇൻഷുറൻസ് ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യഭാമയോട് അവർ പറയുന്നു. അവസാന നിമിഷം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ സത്യഭാമ ചോദിക്കും. എന്നിട്ട് സത്യഭാമ ഒരു കാര്യം കൂടി ചിന്തിക്കുന്നു. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഓഫീസിൽ വിളിച്ച് സംസാരിക്കുക. പക്ഷേ എങ്ങനെ സംസാരിക്കുമെന്നാണ് അവൾ ചിന്തിക്കുന്നതും. ആ മാനേജറുമായിട്ട് സത്യഭാമയ്ക്ക് പ്രശ്നമല്ലേ? അതേ സമയം തന്നെയായിരുന്നു മാനേജറിന്റെ കോൾ സത്യഭാമയ്ക്ക് വന്നതും. കോൾ എടുക്കുന്ന സമയത്ത് മാനേജർ പറയുന്നത്, നിന്റെ ഹസ്ബൻഡിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻഷുറൻസ് ക്യാൻസൽ ആയില്ലേ, ഞാൻ തന്നെയാ അത് ചെയ്തത്, ഇനിയെങ്കിലും നീ എന്റെ വഴിക്ക് വരുമല്ലോ എന്ന് സത്യഭാമയോട് മാനേജർ പറയുന്ന സമയത്ത് അത് കേട്ട് സത്യഭാമ മാനേജറിനോട് പറയുന്നത്, അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ നിങ്ങളായിരുന്നില്ലേ, ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ വഴിക്ക് ഞാൻ വരുമെന്ന് നിങ്ങൾ കരുതണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ ഓപ്പറേഷൻ നടത്തിക്കോളാമെന്നും സത്യഭാമ മാനേജറിനോട് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്ത് കളയുന്നു. എന്നാൽ ഇപ്പോൾ പ്രസന്റിൽ കാണിക്കുന്നത് അസിസ്റ്റന്റിനോട് ഈ ഒരു മാനേജറിനെ പറ്റിയും ഒക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സരിക പറഞ്ഞിരുന്നു. അങ്ങനെ മാനേജറിനെ പറ്റി അന്വേഷിച്ചിട്ട് അസിസ്റ്റന്റ് വിളിക്കുകയാണ്. ഈ ഒരു മാനേജർ ആണെങ്കിൽ ഒരു വുമണൈസർ ആണ്. പക്ഷെ മാനേജറിനെ പറ്റിയിട്ട് ആരും അധികം കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അസിസ്റ്റന്റ് പറയുന്നു. എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാനാ? കംപ്ലൈന്റ് ചെയ്താൽ അയാൾ ആ പെൺകുട്ടികൾക്കിട്ട് പണി കൊടുക്കത്തില്ലേ എന്നും സരിക പറയും. മാത്രമല്ല, ഈ അർജുനെ പറ്റി അന്വേഷിക്കുവാനായിട്ടും സരിക അസിസ്റ്റന്റിനോട് പറയുന്നു. അതിനുശേഷം നേരെ സത്യഭാമയ്ക്ക് അടുത്തെത്തിയിട്ട് പിന്നീട് എന്താണ് നടന്നതെന്നും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അന്നേ ദിവസം ആ ഒരു ഇൻഷുറൻസ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു വിവരമാണെങ്കിൽ അമ്മായിയമ്മ അറിയുകയാണ്. അമ്മായിയമ്മ ഉടനെ തന്നെ സത്യഭാമയെ വിളിച്ചിട്ട്, നിന്നെ വിശ്വസ്തത ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്, ദേ ഇവിടെ എല്ലാവരും പറയുന്നു ഓപ്പറേഷൻ നടക്കത്തില്ല എന്ന്, നീ കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സത്യഭാമയെ കുറ്റപ്പെടുത്തും. അപ്പോഴും സത്യഭാമ പറയുന്നത്, അമ്മ ഒന്ന് സമാധാനപ്പെട്, എല്ലാം നടക്കും, ക്യാഷ് ഞാൻ ഒപ്പിക്കാമെന്നും സത്യഭാമ പറയുന്നു. അങ്ങനെ സത്യഭാമ തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ക്യാഷ് അറേഞ്ച് ചെയ്യുവാനായി നോക്കും. ഒരു ഫ്രണ്ടിന്റെ കയ്യില് 3 ലക്ഷം രൂപയും പിന്നെ ശ്രുതിയുടെ കയ്യില് 4 ലക്ഷം രൂപയുമാണുള്ളത്. അവർ രണ്ടുപേരും സത്യഭാമയ്ക്ക് കാശ് കൊടുക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഇതിനിടയില് ആ ഒരു മാനേജർ വിളിച്ചിട്ട് അവളോട് അയാളുടെ കൂടെ ചെല്ലുവാനൊക്കെ പറഞ്ഞ് ഒരുപാട് അവളെ ടോർച്ചർ ചെയ്യുന്നുമുണ്ട്. അതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നതുമില്ല. എന്നാൽ ക്യാഷ് വിചാരിച്ചത്ര റെഡിയാകാത്തതിനാൽ ഉടനെ തന്നെ സത്യഭാമ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് സംസാരിക്കും. തന്റെ അവസ്ഥയെല്ലാം അവരോട് തുറന്നു പറയുന്നു. ഇപ്പോൾ പകുതി കാശ് അടച്ചിട്ട് ബാക്കി ഓപ്പറേഷൻ കഴിഞ്ഞ് തന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, ആ മതി, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും അടയ്ക്കുവാനായിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും 10 ലക്ഷം രൂപ അവൾ റെഡിയാക്കുകയാണ്. രവിക്ക് വേണ്ടിയിട്ട് പൂജ നടക്കുകയാണല്ലോ. ആ പൂജയുടെ പ്രസാദമാണെങ്കിൽ സ്വാമി ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അങ്ങനെ പ്രസാദം കിട്ടിയതും ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ട് റെഡിയാവുകയായിരുന്നു സത്യഭാമ. അതേസമയം തന്നെ അവളുടെ അച്ഛനും അമ്മയും അവളെ ഫോൺ വിളിച്ചിട്ട്, ദേ ഇവിടെ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ബഹളം വയ്ക്കും. അതേസമയം തന്നെയായിരുന്നു അപ്പാർട്ട്മെന്റിലും എന്തോ ശബ്ദം കേട്ട് പേടിച്ച് സത്യഭാമ താഴേക്ക് വീഴുന്നതും. അവളുടെ തല വന്നിടിച്ച് അവളുടെ ബോധവും പോകുന്നു. കുറച്ചു സമയത്തേക്ക് അവൾ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്ന സമയത്ത് അവൾ എഴുന്നേറ്റ് നിൽക്കുവാനായി നോക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ഒരു ബോട്ടിൽ താഴെ വീണ് പൊട്ടിയിരുന്നു. അതിന്റെ ചില്ല് കാലിൽ തറച്ചു കയറുകയാണ്.
ഫോൺ താഴെ നോക്കിയ സമയത്ത് ഫോണും വർക്ക് ചെയ്യുന്നില്ല. അത് കട്ടിലിനടിയിൽ കിടക്കുകയാണ്. അങ്ങനെ തന്റെ ഫ്രണ്ട്സിനോടൊക്കെ കോണ്ടാക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ലാപ്ടോപ്പ് ഓണാക്കി. തന്റെ അച്ഛനും അമ്മയും കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഫ്രണ്ടിനെ വിളിച്ചിട്ട് അച്ഛനും അമ്മയുമുള്ള ലൊക്കേഷനിലേക്ക് പോകുവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഫ്ലഡ് കാരണം വീടിനുള്ളിൽ നിന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണെന്ന് മനസ്സിലായി. ഫ്രണ്ടിനെ വിളിച്ചിട്ട് തന്റെ അച്ഛനും അമ്മയും കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഫ്ലഡ് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെന്നും സത്യഭാമയ്ക്ക് മനസ്സിലായി. അതേ സമയം തന്നെയായിരുന്നു ആ ഒരു മാനേജർ ആണെങ്കിൽ അവൾക്ക് അണ്ടർ ഗാർമെന്റ്സിന്റെ ഫോട്ടോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ദേ ഇതുപോലത്തെ ഇട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു. അത് കാണുന്ന സത്യഭാമയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അങ്ങനെ മാനേജറിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കാശ് ഒപ്പിക്കത്തില്ലെന്നോ? ഞാൻ കാശ് ഒപ്പിച്ചു, ഓപ്പറേഷൻ നടത്തുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഈ എന്നോട് മോശമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ടതും മാനേജറിന് വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി. അങ്ങനെയൊന്നും ചെയ്യരുത്, അതാകെ പ്രശ്നമാകുമെന്നും മാനേജർ പറയുമ്പോൾ ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ പേടിയുണ്ടല്ലേ? നിങ്ങളുടെ സ്വഭാവം എന്തെന്ന് നിങ്ങളുടെ ഭാര്യയും അറിയട്ടെ. ഞാൻ എപ്പോഴേ അയച്ചു കഴിഞ്ഞുവെന്നും സത്യഭാമ പറയുന്നു. അയാൾ സംസാരിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യഭാമ അയാളുടെ ഭാര്യയ്ക്ക് അയച്ചിരുന്നു. അച്ഛനെയും അമ്മയെയും എങ്ങനെയെങ്കിലും ഫ്ലഡിൽ നിന്നും രക്ഷിക്കണമെന്നും സത്യഭാമ തീരുമാനിക്കുന്നു. അവളുടെ ബന്ധുക്കളും അവിടെ തന്നെയുണ്ട്. ചിറ്റപ്പന്റെ വീട് അടുത്താണെന്ന് മനസ്സിലാക്കി സത്യഭാമയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് ചിറ്റപ്പനെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കും. കാരണം ഈ ചിറ്റപ്പനും അവളുടെ അച്ഛനും തമ്മിൽ സ്വത്തിന്റെ പേരിൽ നല്ല പ്രശ്നമുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ വർഷങ്ങളായിട്ട് മിണ്ടാറുമില്ല. ചിറ്റപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് സത്യഭാമയ്ക്ക് അറിയാവുന്നതിനാൽ സത്യഭാമ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് അവിടെ ആരെങ്കിലും സഹായിക്കാനായിട്ട് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അതുവഴി വെള്ളം വരുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന ഒരു വിജയ് എന്ന പയ്യനെ കുറിച്ച് സത്യഭാമ അറിയും. അവനോട് ഫോൺ കൊടുക്കുവാനായി പറഞ്ഞിട്ട് വിജയോട് ചോദിക്കും, എന്റെ അച്ഛനെയും അമ്മയും കൂടി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ആക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആക്കി കൊടുക്കാമെന്നും വിജയ് സമ്മതിക്കുന്നു. അങ്ങനെ അച്ഛനെയും അമ്മയും പിന്നെ സത്യഭാമയുടെ പ്രിയപ്പെട്ട ഡോഗിനെയും കൂട്ടിക്കൊണ്ടാണ് വിജയ് പോകുന്നതും. എന്നാൽ ഒരു ഘട്ടത്തിൽ ഡോഗാണെങ്കിൽ ഒരുപാട് വെള്ളം കുടിച്ചു. അതൊരിക്കലും ഇനി ജീവിക്കത്തില്ല എന്നും വിജയ്ക്ക് മനസ്സിലായി. ആ കാര്യം സത്യഭാമയോട് വിളിച്ച് പറയുന്ന സമയത്ത് സത്യഭാമ പറയുന്നത് അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും സേഫ് ആയിട്ട് എത്തിക്ക്. ഡോഗിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അവിടെ ഉപേക്ഷിക്കുവാനായിട്ടും സത്യഭാമ പറയുന്നു. എന്നിട്ട് സത്യഭാമയാണെങ്കിൽ ആ ഒരു ഡോഗിനെ ഓർത്ത് ഒരുപാട് കരയും. കാരണം ആ ഒരു ഡോഗിനെ അർജുനാണ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതും അതിനെ ഒരുപാട് സ്നേഹിച്ചാണ് അവൾ വളർത്തിയതും. ഇനി ആ ഒരു ഡോഗ് ജീവനോടെ ഇല്ല എന്നറിഞ്ഞതും സത്യഭാമയ്ക്ക് ആ ഒരു സങ്കടം താങ്ങുവാനായി പറ്റുന്നില്ല. അതേ സമയം തന്നെയായിരുന്നു രവി സത്യഭാമയെ വിളിക്കുന്നതും. എന്നിട്ട് പറയുന്നത് ഓപ്പറേഷൻ നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, 50-50 ചാൻസ് ആയെല്ലാം. ഞാനിനി ജീവനോടെ ഇല്ല എന്നുണ്ടെങ്കിൽ നീ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ രവി സത്യഭാമയോട് പറയുന്നു. എന്നാൽ സത്യഭാമയാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, ഓപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നും സത്യഭാമ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നതും. അതിനുശേഷം സത്യഭാമ തന്റെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് ക്യാഷ് റെഡിയാക്കിയിട്ട് ശ്രുതിയോട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ക്യാഷ് അടയ്ക്കുമോ എന്ന് ചോദിക്കും. കാരണം സത്യഭാമ ഇറങ്ങുവാനായിട്ട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവളുടെ കാലിനും നല്ല മുറിവുണ്ട്. അതുകൊണ്ടാണ് ശ്രുതിയോട് ഒന്ന് കാശ് കൊണ്ടുവന്ന് അടയ്ക്കുമോ എന്ന് പറഞ്ഞതും. അങ്ങനെ ശ്രുതിയും മറ്റൊരു ഫ്രണ്ടും കൂടി കാശ് അടയ്ക്കുവാനായി ഹോസ്പിറ്റലിലേക്ക് വന്ന സമയം 20 ലക്ഷം രൂപ ആരോ പേ ചെയ്തെന്ന് പറയും. സത്യഭാമ ആരാണത് അടച്ചത് എന്ന് ചോദിക്കുവാനായി പറയുന്ന സമയത്ത് അർജുനാണ് അടച്ചതെന്നും ഹോസ്പിറ്റൽക്കാർ വഴി സത്യഭാമ മനസ്സിലാക്കുന്നു. അർജുൻ എങ്ങനെയായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് കാശ് ചോദിച്ചു, മിക്കവാറും ഹസ്ബൻഡ് അത് അർജുനോട് പറഞ്ഞു കാണുമെന്നും ശ്രുതി പറയുന്നു. അപ്പോഴേക്കും അർജുൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ശ്രുതി പറയും അർജുൻ ദേ ഇവിടെയുണ്ട്. അപ്പോൾ അർജുൻ സത്യഭാമയോട് പറയും അന്ന് എനിക്ക് നേരത്തെ വരുവാനായും പറ്റിയില്ല, പക്ഷെ ഈ കാര്യത്തിലെങ്കിലും ഞാൻ നേരത്തെ എത്തണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞാൻ കാശ് അടച്ചതെന്നും അർജുൻ പറയുന്നു. സത്യഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാകും. സത്യഭാമ അർജുനോട് നന്ദി പറയുകയും ഒക്കെ ചെയ്തു. ഓപ്പറേഷനുള്ള കാശെല്ലാം റെഡിയായതിനാൽ വീട്ടിൽ നിന്നും ഫയലും കാര്യങ്ങളും എല്ലാം എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി ഇറങ്ങുകയായിരുന്നു സത്യഭാമ. അപ്പോൾ അവൾക്ക് ഓഫീസിൽ നിന്നും കോള് വരും. അവളുടെ ഫ്രണ്ട്സാണ് വിളിക്കുന്നതും. എന്നിട്ട് പറയുന്നത് നമ്മുടെ മാനേജറിന്റെ ഭാര്യ ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കി, നീ എന്തോ പറഞ്ഞെന്നൊക്കെയാ പറയുന്നത്. അയാൾ അതിനുശേഷം നിന്നെ കുറിച്ച് ഇവിടെ എല്ലാവരോടും സംസാരിക്കുന്നത്, നിനക്കെന്തോ പണി തരുവാനായിട്ട് പോകുന്നെന്നാ തോന്നുന്നത്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണമെന്നും സത്യഭാമയോട് കൂട്ടുകാരി പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വിളിക്കുന്നതും. ആ മാനേജറിന്റെ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, നിന്നെ കുറിച്ച് നിന്റെ അമ്മായിയമ്മയോട് മോശമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെന്നുള്ള കാര്യം അർജുൻ പറയും. അത് കേട്ട് അവരുടെ അടുത്തേക്കൊന്ന് പോകുവാനായിട്ടും സത്യഭാമ പറയുന്നു. അങ്ങനെ അർജുൻ കോൾ ഓൺ ആക്കി വെച്ചിട്ട് അമ്മായിയമ്മയ്ക്ക് അടുത്ത് പോയി നിൽക്കും. മാനേജറിന്റെ ആളുകൾ അമ്മായിയമ്മയോട് പറയുന്നത്
നിങ്ങളുടെ മകനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മരുമകൾ സത്യഭാമയുണ്ടല്ലോ, അവൾ ഒരുപാട് ആണുങ്ങളോട് പോകും, അവൾ അത്രയ്ക്ക് മോശപ്പെട്ട പെണ്ണാണെന്നുമൊക്കെ അമ്മായിയമ്മയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് സത്യഭാമ വല്ലാതെ ടെൻഷനാകും. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അമ്മായിയമ്മയ്ക്ക് ഓൾറെഡി സത്യഭാമയോട് വല്ലാത്ത ദേഷ്യമാണല്ലോ. ഇനി എന്താകുമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നടന്നത് വേറൊന്നായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന അമ്മായിയമ്മ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, അവളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായ സമയത്ത് അവളാ ഇത്രയും നാള് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതും. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ അന്നേ കളഞ്ഞിട്ട് പോകുമായിരുന്നല്ലോ. പക്ഷെ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയുള്ള അവളെ പറ്റി മോശമായിട്ട് ഒരു കാര്യം പോലും പറയരുത്. നിങ്ങൾക്കാർക്കും അവളെ പറ്റി അറിയില്ലെങ്കിലും എനിക്ക് അവളെ പറ്റി നന്നായിട്ട് അറിയാമെന്നും അമ്മായിയമ്മ പറയുന്നു. ഇതെല്ലാം കേട്ട് സത്യഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അവളോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നതെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ അവളെ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ഒരാൾ അകത്തേക്ക് കയറി വരും. അത് മറ്റാരുമല്ല, മാനേജർ ആയിരുന്നു. അതും മുഖംമൂടി ഇട്ടുകൊണ്ടാണ് കയറി വരുന്നതും. എങ്ങനെയാണ് ഇയാൾ അകത്ത് കയറിയതെന്നാൽ, സത്യഭാമ ആ ഒരു പൂജാരി കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ ഒരാൾ കൊണ്ടുവന്നല്ലോ, അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് കതക് പൂട്ടുവാനായിട്ട് മറന്നു പോയിരുന്നു. കതക് വെറുതെ ചാരിയിട്ടാണ് അവൾ അകത്ത് നിന്നതും. അങ്ങനെയാണ് ഈ ഒരു മാനേജർ അകത്തേക്ക് കടന്നതും. അകത്തേക്ക് കടന്ന മാനേജർ ആണെങ്കിൽ സത്യഭാമയെ കയറി പിടിക്കുവാനൊക്കെ ശ്രമിക്കും. അവളെ ബലമായിട്ട് അയാൾ റേപ്പ് ചെയ്യുവാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അവളാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുവാനൊക്കെ നോക്കുന്നു. എന്നാൽ ഈ മാനേജർ ആണെങ്കിൽ അവളെ ഒരുപാട് തല്ലുകയും ഒക്കെ ചെയ്യും. ഒരു ഘട്ടത്തിൽ സത്യഭാമ അയാളെ അകത്തുള്ള പൂജാമുറിയിലേക്കാണ് തള്ളി എറിയുന്നതും. അങ്ങനെ മാനേജർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിളക്കിന് മീതെ കൂടെ വന്ന് വീണ് അയാൾ അവിടെ വെച്ച് മരണപ്പെടുന്നു. സത്യഭാമ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് നോക്കുവാനായിട്ട് സരിക അവിടെയുള്ള CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ മാനേജർ ആണെങ്കിൽ സത്യഭാമയെ ഒരുപാട് ഉപദ്രവിക്കുകയും അവൾ പിടിച്ചു തള്ളുന്ന സമയത്ത് അയാൾ പൂജാമുറിക്കകത്തേക്ക് പോകുന്നുമുണ്ട്. പക്ഷെ പൂജാമുറിക്കകത്ത് ക്യാമറ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ സരികയ്ക്ക് ചെറിയ സംശയമൊക്കെയുണ്ട്. എന്നാലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യഭാമ മാനേജറിനെ പിടിച്ച് തള്ളിയതെന്നും ആ സമയത്താണ് അയാൾ മരണപ്പെട്ടതെന്നും പറഞ്ഞ് സരിക കേസും ക്ലോസ് ചെയ്യുന്നു. പോകുവാനായി ഇറങ്ങുന്ന സമയത്തും സരിക അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടാണ് നടന്നു പോകുന്നതും. എന്നിട്ട് തനിക്ക് ഈ ഒരു കേസിൽ നല്ല സംശയമുണ്ടെന്നും അസിസ്റ്റന്റിനോട് പറയുന്നു. എന്നിട്ട് തന്റെ തോന്നലുകൾ എന്താണെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് നമ്മളെ കാണിക്കുന്നത്. മാനേജർ വന്നിട്ട് സത്യഭാമയെ തല്ലുന്ന സമയത്തെല്ലാം അടി കൊള്ളുന്നത് പോലെ അവൾ അഭിനയിക്കുകയായിരുന്നു. എന്നിട്ട് അവൾ പ്ലാൻ ചെയ്താണ് ഈ മാനേജറിനെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയതും. പൂജാമുറിയിലേക്ക് അയാളെ പിടിച്ചു തള്ളി അയാൾക്ക് പിന്നാലെ സത്യഭാമയും അവിടേക്ക് എത്തി. അത്രയും നേരം അടി കൊണ്ടുകൊണ്ടു നിന്ന സത്യഭാമയാണെങ്കിൽ ദേ ഇപ്പോൾ പൂജാമുറിക്കകത്തേക്ക് കടന്നതും അയാളെ അവിടെ ഇട്ട് തല്ലും. പൂജാമുറിയിലേക്ക് തന്നെ കൊണ്ടുപോയത് പൂജാമുറിയിൽ ക്യാമറയൊന്നും ഇല്ലല്ലോ. പൂജാമുറിക്കകത്ത് കൊണ്ടുപോയിട്ട് സത്യഭാമയാണെങ്കിൽ മാനേജറിനെ ഒരുപാട് തല്ലും. അവൾക്ക് തല്ലുവാനൊക്കെ നന്നായിട്ട് അറിയാമെന്ന് അത് കാണുമ്പോൾ മനസ്സിലാകും. അവള് തല്ലുന്നത് കണ്ട് ഈ മാനേജർ പറയുന്നത്, ഓഹോ, അപ്പോൾ നിനക്ക് നന്നായിട്ട് തല്ലുവാനായും അറിയാമല്ലേ. അപ്പോൾ അത് കേട്ട് സത്യഭാമ പറയുന്നത്, ഇത്രയുമായിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ. അപ്പോൾ അത് കേട്ട് മാനേജർ പറയുന്നത്, ഇല്ല, എനിക്ക് നിന്നോടൊപ്പം കിടക്കണം എന്ന് തന്നെയാണ് അയാൾ പറയുന്നതും. എന്നാൽ അത് കേട്ട് സത്യഭാമയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഒരു കാര്യം ഞാൻ അവസാനമായി നിന്നോട് ചോദിക്കാം, നിനക്ക് ജീവനാണോ വലുത് അതോ ഞാനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മാനേജർ പറയുന്നതും, എനിക്ക് നിന്നോടൊപ്പം കിടക്കണം, അത് തന്നെയാണ് വലുതെന്നും മാനേജർ പറയുന്നു. ഇവൻ ഒരിക്കലും മാറില്ല എന്ന് ചിന്തിച്ച സത്യഭാമയാണെങ്കിൽ അവിടെ ഇരുന്ന് വിളക്കെടുത്ത് ആ മാനേജറിനെ കുത്തി കൊലപ്പെടുത്തുന്നു. ചിലപ്പോൾ അതാകാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അസിസ്റ്റന്റിനോട് സരിക പറഞ്ഞിട്ട് സത്യഭാമയെ നോക്കും. അപ്പോൾ സത്യഭാമയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ പാവത്തിന് പോലെ ഇരിക്കുകയാണ്. അവളെ നോക്കി പുഞ്ചിരിച്ചും കൊണ്ട് സരിക അവിടെ നിന്ന് പോകുന്നു. സരിക പോയി കഴിഞ്ഞതും സത്യഭാമയും ഒരു ചിരി ചിരിക്കും. ആ ഒരു ചിരിയിൽ നിന്നും സരികയുടെ കണ്ടെത്തലുകളെല്ലാം ശരിയായിരുന്നുവെന്നും മാനേജറിനെ സത്യഭാമ മനഃപൂർവ്വം കൊന്നതാണെന്നും അതിൽ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ സത്യഭാമ തന്റെ ഭർത്താവിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. അന്ന് സത്യഭാമ അർജുനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് നമ്മളെ കാണിച്ചില്ലല്ലോ. അത് യഥാർത്ഥത്തിൽ എന്തെന്നാൽ തന്റെ ഭർത്താവായ രവിയെ വിട്ട് തനിക്കൊരിക്കലും വരാൻ പറ്റില്ലെന്നും അർജുൻ എന്തായാലും മറ്റൊരു വിവാഹം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നുമാണ് സത്യഭാമ അർജുനോട് ആവശ്യപ്പെട്ടത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.